കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം മനസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ചാപ്റ്റർ ആണ് വിത്ത് ദ ടൈം അല്ലെ. ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെയാണ് അല്ലെ. പക്ഷേ ഈ ചാപ്റ്ററിന്റെ അകത്ത് ലാസ്റ്റ് സെക്ഷനിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ എന്താണ് ടഫായിട്ട് തോന്നുന്ന, കണ്ടാൽ പേടി തോന്നുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കാണാം അല്ലെ. അതെങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ബോർഡിൽ കാണിച്ചു തരാം. എന്റെ മക്കൾ അത് വായിച്ചു നോക്കിയിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നേരെ ചാടി കയറി ആൻസർ പറയുക കേട്ടോ. അപ്പൊ എന്നാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എന്റെ കൂടെ തന്നെ വായിച്ചു നോക്കാം കേട്ടോ. ഒരു വർഷത്തെ കലണ്ടറിൽ ഒക്ടോബർ മാസത്തിൽ 5 ബുധനാഴ്ചകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, അവിടെ പറഞ്ഞ മാസം ഒക്ടോബർ ആണ്. നിങ്ങൾക്ക് അറിയാം ഒക്ടോബർ മാസം എത്ര ദിവസമുണ്ട്? 31 ഡേയ്സ് ഉണ്ട്, 31 ദിവസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. 31 ഡേയ്സ് ഉണ്ടായിരിക്കും. അതൊരു പോയിന്റ് ആയിട്ട് എനിക്ക് കിട്ടി. അടുത്ത് നോക്കിക്കേ, എന്നാൽ വ്യാഴാഴ്ചകൾ 4 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് തന്നൊരു ഹിന്റ് ആണ് ഇല്ലേ. നോക്കടാ, ബുധനാഴ്ച 5 എണ്ണം ഉണ്ടെന്നാ പറഞ്ഞേ. 5 ബുധനാഴ്ചകൾ ഉണ്ടാവണമെങ്കിൽ സാധാരണ നമ്മളൊരു കലണ്ടർ എന്ത് ചെയ്യുക, എന്റെ കുട്ടികളെ മനസ്സിൽ കാണാം. ആ കലണ്ടറിൽ 5 ബുധനാഴ്ചകൾ ഇങ്ങനെ താഴെ 5 ബുധനാഴ്ചകൾ ഉണ്ട്. പക്ഷേ വ്യാഴാഴ്ചകൾ 4 എണ്ണമേ ഉള്ളൂ എങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഈ ബുധനാഴ്ചയായിരിക്കും 31ാമത് ദിവസം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് തന്ന ഹിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഈ മാസം 1-ാം തീയതി ഏത് ആഴ്ചയാണെന്ന് പറയാമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആ കലണ്ടർ എന്ത് ചെയ്യാം, മനസ്സിലൊന്ന് കണ്ടാ മതി. അപ്പൊ നോക്കാം, നമുക്കറിയാം വെനസ്ഡേ 5 എണ്ണം ഉണ്ട്. അതുപോലെ നമുക്കറിയാം വ്യാഴാഴ്ച അത് 4 എണ്ണമേ ഉള്ളൂ. സോ ഉറപ്പിക്കാം അവിടെ 31ാം ദിവസം എന്ന് പറഞ്ഞാല് അത് ഏറ്റവും ലാസ്റ്റ് ബുധനാഴ്ചയായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം, ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കലണ്ടറിൽ സാധാരണ രീതിയിൽ ആഴ്ചകൾ അധികവും 4 എണ്ണം ഒക്കെ വരും. 4 രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് അതേ ഒരേ ദിവസം 4 വീക്കിലൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ 5 വീക്കിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ദിവസം എന്തായിരിക്കും? 31 ആയിരിക്കും. കാരണം ഇവിടെ വ്യാഴാഴ്ച 4 എണ്ണമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? യെസ്, നമുക്കറിയാം ലാസ്റ്റ് ബുധനാഴ്ച എന്ന് പറഞ്ഞാല് 31ാം ദിവസമാണ്. ഓക്കെ, അപ്പൊ ഇത് 31 ആണെന്ന് എനിക്ക് മനസ്സിലായി. 31. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ബുധനാഴ്ചയിൽ നിന്ന് അടുത്ത ബുധനാഴ്ചയിലേക്ക് എത്ര ദിവസം പിന്നിടണം? ഒരു ബുധനാഴ്ചയിൽ നിന്ന് അടുത്ത ബുധനാഴ്ച എത്താൻ 7 ദിവസം കഴിയണം. വീണ്ടും അടുത്ത ബുധനാഴ്ച എത്താൻ 7 ദിവസം പിന്നെയും കഴിയണം. അങ്ങനെയല്ലേ? അപ്പൊ ഓരോ 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഓരോ ബുധനാഴ്ചയിലേക്കും എത്തുന്നത്. അപ്പൊ ലാസ്റ്റ് ബുധനാഴ്ച 31ാം തീയതി ആണെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള, കണ്ടോ, അതിന് തൊട്ട് മുൻപിലുള്ള ബുധനാഴ്ചക്ക് കണ്ടുപിടിക്കാൻ, ആ ഡേറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? യെസ്, 7 മൈനസ് ചെയ്താൽ മതി. പോരെ? അപ്പൊ 31-ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും എന്ന് നോക്കിയാല് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെടാ? യെസ്, നമ്മളുടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. എന്റെ മക്കൾ നോക്കിക്കേ, 31 മൈനസ് 7 ചെയ്താൽ എനിക്ക് എത്ര കിട്ടൂടാ? 24 എന്ന് കിട്ടും. 24. 24-ൽ നിന്ന് അതിന്റെ തൊട്ട് മുൻപിലുള്ള ബുധനാഴ്ച കിട്ടാൻ വീണ്ടും 7 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി? 17 എന്ന് കിട്ടി. 17-ൽ നിന്ന് 7 മൈനസ് ചെയ്ത് അടുത്ത ബുധനാഴ്ച അല്ലെ, തൊട്ട് മുന്നിലുള്ള ബുധനാഴ്ച 10-ാം തീയതിയാണെന്ന് എനിക്ക് കിട്ടി. ഫസ്റ്റ് ബുധനാഴ്ച കിട്ടാൻ ഞാൻ ഇനിയും 7 ദിവസം കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? 3-ാം തീയതിയാണ് ആദ്യത്തെ ബുധനാഴ്ച എന്ന് എനിക്ക് കിട്ടി. നമ്മളോട് ചോദിച്ച ചോദ്യം ആ മാസത്തെ 1-ാം തീയതി ഏതാഴ്ചയാണെന്നാ. എടാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് 3-ാം തീയതിയാണ് അല്ലെ, ഫസ്റ്റ് ബുധനാഴ്ച 3-ാം തീയതിയാണ്. സോ 2-ാം തീയതി ഏത് ദിവസമായിരിക്കും? 2-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും. അപ്പൊ 1-ാം തീയതി ആരായിരിക്കും? യെസ്, നമ്മളുടെ തിങ്കളാഴ്ചയായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കലണ്ടറിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയത്ത് ആദ്യം തന്നെ മക്കള് ആ കലണ്ടർ ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു കലണ്ടർ മുൻപിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ഒരു കലണ്ടർ വരച്ചിട്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണെടാ? മൺഡേ ആണ്, തിങ്കളാഴ്ചയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് എന്ത് ചെയ്യും? അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.